ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെസ്റ്റ്, ബസ്റ്റ്, വേസ്റ്റ് ഇത് മൂന്നും എന്താണ്, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, മൂന്നും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒത്തിരി പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും വേസ്റ്റ് പിന്നെയും കുഴപ്പമുണ്ടാവില്ല, വേസ്റ്റ് അറിയായിരിക്കും. തിരിഞ്ഞു പോകുന്നത് ചെസ്റ്റും ബസ്റ്റും തമ്മിലാണ്. ഇത് രണ്ടും ഒരേ അളവാണോ, രണ്ടും രണ്ടളവാണോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് വന്ന മെസ്സേജസിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വന്നതിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നതാണ് ചെസ്റ്റും ബസ്റ്റും എങ്ങനെയാണ് എടുക്കേണ്ടത്, അത് കറക്റ്റ് ഒരേപോലെയാണോ വരുന്നത്, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ബസ്റ്റിനെ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതും ഒരു കാര്യമാണ്. ബസ്റ്റ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ബസ്റ്റും കൂടെ ചേർത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. ഇനി എന്തായാലും ഡൗട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. രണ്ട് ആം ഹോളും ഇവിടെയാണ് വരുന്നത്. അത് ചേർത്ത് ഞാനൊരു ലൈൻ വരച്ചു. അപ്പോൾ ആം ഹോളാണ്, ഞാൻ എഴുതി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ താഴെയായിട്ട് നമ്മൾ റൗണ്ടിൽ ടേപ്പ് വെച്ച് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കില്ലേ, അതാണ് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാവരും വിചാരിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷനിൽ നിന്ന് എടുക്കുന്നതാണ് ചെസ്റ്റ് അളവ് എന്നാണ്. പക്ഷേ എന്നാൽ അതല്ല ചെസ്റ്റ് അളവ്. ഇത് അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇത് ബിഗിനേഴ്സിനും പിന്നെ അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് മെസ്സേജസും കമൻസും എനിക്ക് വരാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആം ഹോളിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്യുമല്ലോ, അതാണ് നമ്മുടെ ചെസ്റ്റ്. ഇനി അതിന് താഴെയായിട്ട് ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്, കണ്ടോ? ചെസ്റ്റിന് താഴെയായിട്ട് നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് ബസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബസ്റ്റ് നമ്മൾ ചുമ്മാ അങ്ങ് മാർക്ക് ചെയ്യല്ല ചെയ്യണത്. നമ്മൾ ഷോൾഡറിൽ നിന്ന് എത്ര ഇറങ്ങിയിട്ടാണ് നമ്മളുടെ ചെസ്റ്റ് ഉള്ളത്, നമ്മുടെ ബസ്റ്റിൻ്റെ ആ ഒരു പോയിൻ്റ് ഉള്ളത്, ബസ്റ്റിൻ്റെ പോയിൻ്റ് ആദ്യം എടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു അളവിൽ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുന്നത്. കണ്ടോ? ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഷോൾഡറിൽ നിന്ന് എവിടെയാണ് നിങ്ങളുടെ നിപ്പിൾ പോയിൻ്റ് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എത്ര ഇറക്കത്തിലാണെന്ന് നോക്കിയിട്ട് ആ ഇറക്കത്തിൽ വേണം നിങ്ങൾ ബസ്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ രൂഹത്തിന് ചുമ്മാ ഇവിടെയാണ് എന്ന് വിചാരിച്ച് ചെസ്റ്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് താഴെ ചുമ്മാ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവുമോ? ഇല്ല. അപ്പോൾ ഇതേപോലെ ഷോൾഡറിൽ നിന്ന് നിങ്ങൾ ഇറക്കം ആദ്യം എടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ബസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട്. ചെസ്റ്റിന് താഴെയാണ് ബസ്റ്റ് അളവ്. മനസ്സിലായോ? ഇനി നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഷേപ്പ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞ അളവിൽ ഷേപ്പ് വരയ്ക്കത്തില്ലേ, അതാണ് വേസ്റ്റ്. കണ്ടോ? ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെസ്റ്റ്, പിന്നെ ബസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേസ്റ്റ് വരുന്നത്. രണ്ടാമത്തെ ഫിഗർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അത് ഇതാദ്യം തീർത്തിട്ട് പറഞ്ഞു തരാവേ, അതെന്തിനാണ് വരച്ചതെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ വേസ്റ്റ് നമ്മൾ ബസ്റ്റ് എടുത്തതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ വേസ്റ്റ് അളവ് വരുന്നത് എന്ന് ആദ്യം മെഷർ ചെയ്യുക. ടേപ്പ് വെച്ചിട്ട് എത്ര ഇറക്കത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കുറഞ്ഞ അളവെന്ന് നോക്കുക. എന്നിട്ട് അവിടെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് തോന്നും, എന്താണ്, ചെസ്റ്റ് ബസ്റ്റിനേക്കാളും ചെറുതായിട്ടാണല്ലോ ഈ ഫിഗറിൽ കാണുന്നതെന്ന്, അല്ലേ? എന്നാൽ ചെസ്റ്റ് അളവ് ഒരിക്കലും ബസ്റ്റിനേക്കാളും വലിയ അളവ് വരത്തില്ല. നമ്മൾ ശരീരം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മെറ്റീരിയൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. അതിനാണ് ഞാൻ ആ രണ്ടാമത്തെ ഫിഗറും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ഫിഗറിൽ നമുക്കതൊന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മുടെ ഒരു ടോപ്പ് ഈ രണ്ടാമത്തെ ഫിഗർ പോലെയല്ലേ ഇരിക്കുക. തയ്ച്ച് നമ്മൾ ഇടുന്ന സമയത്ത് ഫിഗർ നിങ്ങൾ അധികം അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കണ്ട. എൻ്റെ കഴിവ് വെച്ച് ഞാൻ വരച്ച വരയാണ്. അത് എവിടെ വരെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നെനിക്ക് തോന്നി കേട്ടോ ഇതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആം ഹോൾ വരുന്നത്. ആം ഹോളിൻ്റെ ഭാഗത്തെ അളവാണ് ചെസ്റ്റ് അളവ്, അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വരും, അല്ലേ? നമ്മുടെ ചെസ്റ്റിൻ്റെ ഒരു പ്രൊജക്ഷൻ വരും. അവിടെ ആയിട്ടാണല്ലോ നമ്മൾ ബസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെയാണ് ചെസ്റ്റിനേക്കാളും വലിയ അളവ്. അല്ലെങ്കിൽ ചിലർക്ക് ചെസ്റ്റും ബസ്റ്റും ഒരേ അളവും വരാറുമുണ്ട്. പക്ഷേ ചെസ്റ്റിനേക്കാളും ബസ്റ്റ് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. ആ ഒരു
മെഷർമെൻറ്റിലാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കറക്റ്റായിട്ട്. നമ്മൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റുള്ള ഫിഗർ പോലെയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്ത് പോകാം. ഞാൻ സെൻറ്ററിലൊരു ലൈൻ കൂടെ കൊടുത്തത്. പിന്നെ അതിന് താഴെയായിട്ട് വേസ്റ്റ്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കൈയുടെ താഴത്തെ ഏറ്റവും ആം ഹോളിൻ്റെ പോർഷനാണ് എടുക്കുക. ബസ്റ്റും വേസ്റ്റും എടുക്കുന്ന സമയത്ത് എത്ര ഇറക്കം ഉണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ കേസ് 1-ൽ നമ്മൾക്ക് ഒരു കാര്യം, ഒരു തിയറി പോലെ പറയാം. ചെസ്റ്റ് ഈക്വൽ ടു ബസ്റ്റ്. ചെസ്റ്റും ബസ്റ്റും ഒരേപോലെ വരുന്ന കേസുണ്ട്. മനസ്സിലായോ? ചില ആളുകൾക്ക് അങ്ങനെ വരാറുണ്ട്. ഒട്ടുമിക്ക ആളുകളും കേസ് 2 ആയിരിക്കും. ചെസ്റ്റ് ലെസ് ദാൻ ബസ്റ്റ്. ഒരിക്കലും നമ്മളുടെ ബോഡി ഷേപ്പ് ബസ്റ്റ് ചെറുതായിക്കൊണ്ട് ചെസ്റ്റ് വലുതായിട്ട് അങ്ങനെ വരത്തില്ലല്ലോ. നമ്മൾ എന്തായാലും ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഇഞ്ചസ് എന്തായാലും അവിടെ കയറും. 1/2 ഇഞ്ചെങ്കിലും എന്തായാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു കൺക്ലൂഷൻ പോലെ ചെസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബസ്റ്റ് അങ്ങനെ എഴുതാം. ഒറ്റൊരു കേസായിട്ട് എഴുതാം. പിന്നെ വരാത്തത് എന്താണ്? ചെസ്റ്റ് ഗ്രേറ്റർ ദാൻ ബസ്റ്റ്. മനസ്സിലായോ? ചെസ്റ്റ് ബസ്റ്റിനേക്കാളും വലുതാവത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഷോൾഡറിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എത്ര ഇറക്കത്തിലാണെന്ന് നോക്കുക. അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യിക്കാനുള്ള അറേഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ചെസ്റ്റും ബസ്റ്റും വേസ്റ്റും കണ്ടുപിടിക്കുന്നത്. ഇനി അധികം ഡൗട്ട് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അതൊരു കൺഫ്യൂഷൻ വരാറുണ്ട്, ചെസ്റ്റ് തന്നെ ബസ്റ്റായിട്ട് എടുക്കാറുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.